ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഒരുപാട് പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ നമുക്ക് വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു 4 മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ സൈഡ് വശത്തുള്ള, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബ്രെഡ് പീസസ് നിങ്ങൾ എടുക്കുന്ന സോസ് പാൻ അനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ, എണ്ണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ സൈഡ് വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് കളയണ്ട കേട്ടോ. നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് പീസസ് മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച മുട്ടയെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് അരമുറി ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളി എടുത്തതായിരുന്നു, അരമുറി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളക്, 2-3 എരിവിനനുസരിച്ചിട്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചോളൂ കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ചേറെ മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലോ അതല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സ്മൂത്താക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം ചെറുതായിട്ടൊന്ന് ചതഞ്ഞെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പാല്, ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കാൻ നോക്കാം. എന്നിട്ട് ഇത് നമുക്ക് മുട്ടയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മുട്ട ഒരു 4-5, അത് മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഡിപ്പായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഇതങ്ങോട്ട് അടച്ചു അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നേരത്തെ എടുത്ത് അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഈ നേരത്തെ ബാക്കി വെച്ച ഉള്ളിയിലെ ഒരു ഉള്ളിയുടെ പകുതി അത് ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് 2-3 ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മല്ലിയില 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം, വല്ലാണ്ട് അരിഞ്ഞു പോകരുത്. ഇത് കണ്ടോ, നമ്മളൊരു ചട്നിയൊക്കെ ചെയ്തെടുക്കുന്നില്ല അതേ കണക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ മതി കേട്ടോ, വല്ലാണ്ട് അരിഞ്ഞു പോകരുത്. അടുത്തത് പോള ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ടയും ആ മസാലയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഇതിൽ വേണം നമുക്ക് ഓരോ ബ്രെഡ് പീസസ് ഡിപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഇതിലേക്ക് മുഴുവനായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുഴിയുള്ള സോസ് പാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ആയിക്കിട്ടാൻ നല്ലത് കേട്ടോ. സാധാരണ നമ്മൾ പരന്ന ആ ഒരു ടൈപ്പിലാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ പരത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ കുഴിയുള്ളതാണെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ ഒരു ഭാഗത്തും കൂടെ അത് പുറത്തേക്ക് വരാതെ ആ മസാല മുഴുവനായിട്ട് അതിൽ കറക്റ്റായിട്ട് നിന്നോളും കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശം കറക്റ്റാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെ അങ്ങ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ കുഴിയുള്ളത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഇത് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് കയറ്റി വെക്കാൻ. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് അതിനെ ഒന്ന് എല്ലാ ഭാഗവും ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതല്ലേ, അപ്പം നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു സ്മൂത്തായിട്ടുള്ളൊരു സ്പാച്ചുലായിട്ട് എടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അതിനെല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഈവൻ ആക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചട്നി ഇല്ലേ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും, ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു 1/4 കപ്പോളം തേങ്ങ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കൂടുതലാകുമ്പോഴും അത്ര കണ്ട് നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചട്നി ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആ മാറ്റി വെച്ച മുട്ടയില്ലേ, അത് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിക്ക് ഒന്ന് കൈവച്ചിട്ട് ആ മുട്ട വെച്ചതിന് ശേഷം അതിനൊന്ന് ഷേപ്പാക്കി എടുക്കാൻ നോക്കുക. അത് കൈവച്ച് തന്നെ അത് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ മുട്ടയും ചട്നിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള ആ മുട്ടയുടെ ഡിപ്പില്ലേ, അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓരോ പീസസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, അതിനോട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മുട്ട വെച്ചതിന് ശേഷം അതിൻ്റെ ആ സൈഡ് വശമൊക്കെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പതിച്ചു കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് ഇതുകൂടെ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. മുകളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പീസൊന്നും അങ്ങനെ കറക്റ്റായി വെക്കണമെന്നില്ല, അതിങ്ങനെ കട്ട് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു സ്പൂണോ സ്പാച്ചിലോ വെക്കുമ്പോൾ ഒന്ന് നല്ല സ്മൂത്തായ ഒരു സ്പൂണോ സ്പാച്ചിലോ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ബാക്കി വെച്ച ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് വശത്തോട് കൂടിയിട്ട് സെൻറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്തൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഫില്ലായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാണാനൊരു ഭംഗിയല്ല അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ ആ മസാലയുടെ ഇത് വരുമ്പോൾ പിന്നെ വേറെ ഗാർണിഷൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് തട്ടിക്കൊടുക്കുക. അടുത്തത് എന്നും പറയുന്നത് പോലെ തന്നെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവയോ അതല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുക. ഇതിന് അടപ്പിന് ഒരു ഗ്ലാസ്സിൽ ഇടാണെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇതൊക്കെ ഞാൻ പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാമെന്ന്, പഴയവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ടൈമും ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. എൻ്റെ ഏകദേശം 10-25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അതൊന്ന് ആയി വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഗീ ഒന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് വിട്ട് വന്നത് കണ്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്ലിപ്പ് ചെയ്യുന്നത് അതിലോട്ടും കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി കുക്കായിന്. എങ്കിലും അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അടിവശം ഒട്ടും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ടോ. നല്ല സോഫ്റ്റ് വന്ന് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച കണക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വീണ്ടും ഞാൻ അടുത്ത പാനും വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ കുറേ സമയമൊന്നും വെക്കണ്ട, ഒരു 3-4 മിനിറ്റ് മാത്രം. മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി, അത്രയും വേണ്ട കേട്ടോ. മുട്ടയും ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഞാനിതൊന്ന് ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇതും ഫ്ലെയിം കൺട്രോൾ ടൈം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും കേട്ടോ ഓരോരുത്തരുടെ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം എന്തായെന്നൊന്ന് നോക്കാം. ഇത് കണ്ടോ, ആ മുകൾ ഭാഗം കൂടാൻ ഞാൻ പറഞ്ഞില്ല മുട്ട ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സൂപ്പറായിട്ട് ആയി വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ബ്രെഡും പിന്നെ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പോളാണ്. നമ്മളെ പപ്സ് പോളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, മുട്ടയൊക്കെ അതിൽ എന്താ പറയുക കഴിക്കുമ്പോൾ അതോട് കൂടി കടിച്ചിങ്ങനെ കിട്ടും. ഓരോ ബൈറ്റിലും നമുക്ക് മുട്ട കിട്ടും കേട്ടോ. ഞാൻ വെച്ചതുപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ അതുപോലെ നിങ്ങൾക്ക് ഒരു ലെയർ കൂടി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അല്ലാതെ തന്നെ നല്ല ഹെവിയാണ്. നമുക്കിത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ കുട്ടികൾക്ക് ലഞ്ചിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടും കൊടുക്കാം കേട്ടോ. വയറ് ഫുള്ളാവും കൊടുത്തു കഴിഞ്ഞാൽ. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മോന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംഭവം. നമുക്ക് എളുപ്പമല്ലേ. അതുപോലെ നമുക്കിവിടെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അവർക്ക് വീക്കെൻഡിലൊക്കെ തലേന്നൊക്കെ രാത്രിയൊക്കെ നമ്മൾ കറങ്ങിയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് ഒന്ന് ഓവനിൽ വെച്ച് തിരിച്ചെടുത്താൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ പിറ്റേന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളതാണ് ഇത്. നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയതാണെന്ന് പറയായിരുന്നേ. ഇതൊരു പപ്സ് പോലെയൊക്കെ കഴിക്കുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും അതിൻ്റെയൊക്കെ ഫ്ലേവറും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് തരണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്